ഇപ്പോൾ എനിക്കൊന്ന് ദീപുവിന് എന്താണ് മോട്ടിവേറ്റ് ചെയ്യണം? ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 16 കൊല്ലത്തോളമായി ഇൻ ദിസ് ജേർണി. സോ ഐ തിങ്ക് മണി ആണോ ഈസ് മോട്ടിവേറ്റിംഗ് യു ആർ? ഇപ്പോൾ തന്നെ ഇത് ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് ഈ കമ്പനി മാത്രമല്ല, ഈവൻ വീക്കെൻഡ്. ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം വന്ന സമയത്ത് ഈ വീക്കെൻഡ് കുറേ പിള്ളേരൊക്കെ ഉണ്ട്. ഇപ്പം ന്യൂലി ഒരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ് ഡ്രൈവ് ദാറ്റ് ഇത് കമ്പനി നടത്തുമ്പോൾ വാട്ട് ഈസ് ദാറ്റ് യു മിസ് ഇറ്റ് ഗെറ്റിംഗ് ഇറ്റ് ഹിയർ? ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഒരു കമ്പനിയുടെ ഇതിനകത്ത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇത്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് മിഡിൽ ലെയർ മാനേജേഴ്സിനെ സ്ട്രോങ് ആക്കി ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് സെൽഫ് ഡിറ്റർമിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീം റൺ ചെയ്യുമ്പോൾ അവിടെ പോയി ആരെയും മൈക്രോ മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. സോ ദാറ്റ് ഐ ഹാഡ് സം ഫ്രീ ടൈം ആൻഡ് ആ ഒരു ടൈമിനെ എഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. അവിടെ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടത്, നമ്മുടെ കൾച്ചറലി നമുക്കിവിടെ ടെക്നോളജി അത്രത്തോളം ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കൾച്ചറല്ല. 4 വർഷം കോഡ് എഴുതി ടീം ലീഡറായി കോഡിങ് നിർത്തണമെന്ന് ചിന്തിക്കുന്ന പ്രോഗ്രാമേഴ്സ് ഉള്ള നാടാണത്. ഓക്കെ, അപ്പോൾ അവിടെ ഓപ്പൺ സോഴ്സ് കൺസ്യൂം ചെയ്യും, പക്ഷേ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആൾക്കാരില്ലാത്ത നാടാണ്. ബിക്കോസ് അതൊക്കെ വേറെ ആർക്കൊക്കെയോ മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ചിന്തിക്കുന്ന മെജോറിറ്റി ഉള്ള സ്ഥലത്ത് ആ മെജോറിറ്റി എന്താണോ ചിന്തിക്കുക അതാണ് അവിടുത്തെ ശരി. അപ്പോൾ ഗ്ലോബലി എല്ലാ രാജ്യത്തിലെയും ഏറ്റവും മികച്ച പ്രോഗ്രാമർ അല്ലെങ്കിൽ ഏറ്റവും മികച്ച തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോഴും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ചീപ്പ് ആൻഡ് ലോ ക്വാളിറ്റി എന്ന് പറയുന്നൊരു ചിന്ത ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കുണ്ട്. നമ്മൾ ചൈനയിലൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ നല്ല അടിപൊളി മൊബൈൽ ഫോണാണ്, ചൈനയുടേതാണ് എന്ന് പറയുന്ന അതേപോലത്തെ ഒരു നെഗറ്റീവ് ബ്രാൻഡിങ് ഇവിടെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന സ്ഥലത്ത് അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം ഓഫ് അവർ പീപ്പിൾ. അവരുടെ പൊട്ടൻഷ്യൽ മനുഷ്യരാണ്. ഇവർ പുറത്ത് പോകുന്ന സമയത്ത് ഭയങ്കര ഏറ്റവും ബെസ്റ്റായിട്ട് സൂപ്പറായിട്ട് ഇരിക്കും, പക്ഷേ ഇവിടെ നിൽക്കുന്ന സമയത്ത് അത് ഉണ്ടാവും. അപ്പോൾ ആ ബാഡാസ് പ്രോഗ്രാമേഴ്സ് ആയിരുന്ന സമയത്ത് ഉണ്ടായൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോയിട്ട്, അതുവരെ 2013 ഞാൻ ഫസ്റ്റ് US എത്തുന്നത്. കസ്റ്റമേഴ്സിനെ കാണുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് പോയിട്ട് പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അവർക്ക് ബാഡാസ് പ്രോഗ്രാമേഴ്സ് ഈസ് ഫ്രം ഇന്ത്യ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഐ ആം ഫ്രം ഇന്ത്യ, ഐ ആം ഫ്രം ദ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഭയങ്കര സന്തോഷമായിട്ട് പറയുമ്പോഴും ഒരു തിരിച്ച് ചെറുമെടുത്ത് ബാഡാസ് പ്രോഗ്രാമേഴ്സ് ഉണ്ട്. എന്താ പ്രശ്നം? ഇപ്പോഴേ പറഞ്ഞ് ദാറ്റ് ഈസ് എ ബ്രാൻഡിങ് ഇഷ്യൂ. ബിക്കോസ് അത്രയും നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രാൻഡിങ് ഇന്ത്യയിലാണെന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ഈവൻ ഇഫ് വി പേ ദ ഹയസ്റ്റ് അല്ലെങ്കിൽ അതുപോലത്തെ സാലറിയും കാര്യങ്ങളും കൊടുക്കുന്ന റിസോഴ്സിനെയാണ് നമ്മളിവിടെ നിൽക്കുന്നതെങ്കിൽ പോലും അവിടുത്തെ പെർസെപ്ഷൻ അതാണ്. സോ അത് എന്തുകൊണ്ടാണ് എന്നുള്ള ക്വസ്റ്റ്യനാണ് തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യണം, നമുക്ക് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പാഷൻ എടുത്ത് കളയുന്ന തരം കൾച്ചർ ഇവിടെ കമ്പനികൾ കോൺടാക്ട്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് തിരിച്ചു പോയി ഞങ്ങളിങ്ങനെ വലിയ ബോർഡൊക്കെ വെക്കും. എന്താണ്, ഡ്രസ് കോഡ് ഈസ് സിമ്പിൾ, ജസ്റ്റ് പുട്ട് യുവർ ക്ലോത്ത്സ്, തുണി കൊടുത്ത് വന്നാൽ മതി. ഇല്ലാണ്ട് ഡ്രസ് കോഡ് എന്തിനാണ്? കാര്യം ഇത്തരം പല പല പോളിസികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോയത് ആ ഒരു പ്രതിഷേധത്തിൻ്റെ പുറത്തായിരുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, കുറച്ച് കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പാഷനേറ്റ് ആയിട്ട് ഉള്ള കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് സംസാരിക്കാനൊരു വേദിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിനകത്ത് അവിടെ അന്ന് കോഫി അറ്റ് DBG എന്ന് പറയുന്നൊരു സംഭവം, ഇൻ 50 hours എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഇവിടെ പുതിയ ഓഫീസ് തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഡ്രൈവ് എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ തന്നെ പഠിച്ചിട്ട് വന്നതാണ് എങ്കിൽ എനിക്ക് ആ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റക്കായി നിന്ന സമയങ്ങളുണ്ട്. ആ സമയം ഇത് എന്താണ് PHP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PHP എന്താണെന്ന് എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഏതോ ഒരാൾ ഞാൻ പിന്നെ എൻ്റെ ഒരു കണക്ട് ചെയ്ത് തന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു വെബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. അതിൻ്റെ HTTP എന്താണ് വെബ് സെർവർ, എങ്ങനെയാണ് ഒരു ബ്രൗസർ വർക്ക് ചെയ്യുന്നത്, അതിനകത്ത് എന്താണ്, ഇങ്ങനെ മനസ്സിലായി കഴിഞ്ഞാലാണ് നമ്മൾ PHP എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റും HTML ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് ലൈനിലേക്ക് അയച്ചു കൊടുക്കുകയും അത് ബ്രൗസറാണ് അത് വരച്ച് കാണിക്കുന്നത് എന്ന് പറയുന്ന രീതിയിലേക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ദാറ്റ് ആക്ച്വലി ചേഞ്ച് മൈ ലൈഫ് ബിക്കോസ് ദാറ്റ് ഗേവ് മീ കോൺഫിഡൻസ് ടു മൂവ് ഫോർവേഡ് വിത്ത് വെബ് ഡെവലപ്മെൻറ്റ്. അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് വേറൊരു സ്ഥലത്തായിരുന്നു വരുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിലേക്ക് അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് എനിക്ക് എത്ര പേരുടെ ലൈഫിലേക്ക് ആവാനായിട്ട് പറ്റും. ബിക്കോസ് ആ ഒരു 30 minutes അല്ലെങ്കിൽ ഒരു 15 minutes ഒരാൾ എൻ്റെ ലൈഫിൽ സ്പെൻഡ് ചെയ്തതായിരിക്കാം എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഐ ഓൾസോ വാണ്ട് ടു ഗിവ് ബാക്ക് ടു ദ പേയിങ് ഇറ്റ് ഫോർവേഡ് പോലെയാണ്. അതെ. അപ്പോൾ അത് തിരിച്ച് ഞാനാകുന്നു. അപ്പോൾ ഫയർ പോർട്ടേറ്റി എന്ന് പറയുന്നൊരു സാധനം അങ്ങനെ ഒരുമിച്ച് ആൾക്കാരെ ഒരുമിച്ച് വന്ന് കണക്ട് ചെയ്യാനായിട്ടൊരു സ്ഥലം. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും ഒരു ഇവൻറ്റ് നടത്തണമെങ്കിൽ.
പെയ്ഡായിട്ട് മാത്രമേ ഇവൻ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നൊരു സ്ഥലത്ത് സൗജന്യമായിട്ട് നോളേജ് ഷെയർ ചെയ്യുന്നൊരു കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് പയ പോയിട്ടേറ്റ് ഉണ്ടാക്കുന്നത്. പയ പോയിട്ടരി ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ പഠിച്ചത്. ആ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ സംഭവം എവിടെ നിന്നോ കണ്ടെത്തി വന്നതാണ്. അപ്പോൾ അത് യു ഹാഡ് ദ ലൈവ് സ്ട്രീം, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് പല ക്ലാസ്സുകളുണ്ടാവും. ഞാൻ അവിടെ നിന്ന് കാണണ്ടായിരുന്നു, ഈവൻ ദോ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ട് പോലില്ല. ഓക്കെ, സോ അത് വാസ് ഹെൽപ്ഫുൾ ഫോർ മീ. അതാണ് ഞാൻ ദർ ഇസ് എ സം പാർട്ട് ഓഫ് ദ കോർണർ ഓഫ് ദി യൂണിവേഴ്സ് ദാറ്റ് ഈസ് കൺസ്യൂമിങ് ദ കണ്ടന്റ്, ഈവൻ ദ പോഡ്കാസ്റ്റ് ആണെങ്കിലും who might get that fire because of that. അപ്പം kudos to you on that.